ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. മെയ് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് മെയ് 25 തൊട്ട് മെയ് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം പറയാനുള്ള കാരണം, നമ്മുടെ ചാനൽ എന്താണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീക്ക്ലി കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഒരു വർഷം കഴിയുകയാണെങ്കിൽ ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് കൺട്രി ഹാസ് ലോഞ്ച്ഡ് വേൾഡ്സ് ലാർജസ്റ്റ് ബാറ്ററി പവർഡ് ഷിപ്പ് നെയിംഡ് ഹൾ 096? ഓക്കെ, അപ്പൊ ഇത് രാജ്യമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പവേർഡ് ബാറ്ററി ഷിപ്പ് ആയിട്ടുള്ള ഹൾ 096 ലോഞ്ച് ചെയ്ത രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓസ്ട്രേലിയ. ഓക്കെ, Australia has launched world's largest battery powered ship named Hull 096. Okay. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം, who took oath as the chairman of UPSC? അല്ലെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? The right answer is Ajay Kumar. Former Defense Secretary Ajay Kumar has recently been appointed as the new chairman of UPSC. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ബൈ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതി സുധന്റെ പിൻഗാമിയായിട്ടാണ് നിയമനം. അപ്പൊ ഇതിനു മുന്നേ ആരായിരുന്നു? പ്രീതി സുധ അല്ലെ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാനായിട്ട് അജയ് കുമാറിനെ നിയമിച്ചത് മെയ് 14-ാം തീയതിയാണ് കേട്ടോ. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അജയ് കുമാർ കേരള കേഡറിൽ നിന്ന് വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമാണ്. ഓക്കെ, കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്, അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, അറ്റ് വിച്ച് എയർപോർട്ട് was the digital first airport operation control center unveiled? The right answer is Mumbai International Airport. Digital first airport operation control എവിടെയാണുള്ളത്? മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, which state government has recently launched one state one registration scheme? അതായത് ഏത് സ്റ്റേറ്റ്, അതെന്തിനാണ് ഈ one state one registration scheme എന്ന് പറയുന്നത് എന്തിനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഈസി. പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ വളരെ ഈസി ആക്കുന്നു, അതുപോലെ തന്നെ സിറ്റിസൺ ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് മഹാരാഷ്ട്ര ഗവൺമെന്റ്. ഓക്കെ, മഹാരാഷ്ട്ര ഗവൺമെന്റ് launched the one state one registration policy. മഹാരാഷ്ട്ര എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അല്ലെ. മഹാരാഷ്ട്ര വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയാണ്. അവിടെ ഒരുപാട് മതക്കാരുണ്ട്. അതായത് ഇപ്പോൾ ബുദ്ധമതക്കാർ അവിടെ കൂടുതലാണ്, പാഴ്സി മതക്കാർ അവിടെ കൂടുതലാണ്, ജൈന മതക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ജനസംഖ്യ കൂടി രണ്ടാമത്തെ സംസ്ഥാനമാണ്. സംസ്ഥാന അസംബ്ലി ഹാളിലും മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യ സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അൽഫോൺസ മാമ്പഴം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ആധാർ കാർഡ് ബാങ്കിലൂടെ ബന്ധിപ്പിച്ച് ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മഹാരാഷ്ട്ര തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് കൺട്രി വോൺ ദ BWF സുധിർമാൻ കപ്പ് 2025? ഓക്കെ, എന്താണ് BWF എന്ന് പറഞ്ഞാൽ? എന്താണ് BWF? ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ. ഓക്കെ, അപ്പൊ ഏത് രാജ്യമാണ് അതില് ഫസ്റ്റ് ആയത്? 2025. Which country won the BWF means Badminton World Federation Sudirman Cup 2025? The right answer is China. Okay, China won BWF Sudirman Cup 2025. Okay, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, when is International Day of Family is annually celebrated? When is International Day of Family is annually celebrated? The right answer is May 15. May 15th-നാണ്
ഇന്റർനാഷണൽ ഫാമിലി ഡേ. അപ്പോ എന്നാണ് ഇന്റർനാഷണൽ ഫാമിലി ഡേ? എന്നാണ് മെയ് 15-നാണ്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം എന്താണ്? ഹു ഈസ് ദ ഫസ്റ്റ് ഹിന്ദു വുമൺ ടു ബിക്കം എ കാനഡാസ് ഫോറിൻ മിനിസ്റ്റർ? ദ റൈറ്റ് ആൻസർ ഈസ് അനിത ആനന്ദ്. അനിത ആനന്ദ് ഈസ് ദ ഫസ്റ്റ് ഹിന്ദു വുമൺ ടു ബിക്കം എ കാനഡാസ് ഫോറിൻ മിനിസ്റ്റർ. കാനഡയിലെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ, പ്രധാനമന്ത്രി ആരാണ്? മാർക്ക് കാർണിയാണ്. അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയില് 4 ഇന്ത്യൻ വംശജരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. മനീന്ദർ സിന്ധു, അനിത ആനന്ദ്, റൂബി സഹോദര, രൺദീപ് സരായ് എന്നിവരാണ് കാർണി മന്ത്രിസഭയിലെ അംഗങ്ങളായിട്ടുള്ള ഇന്ത്യൻ വംശജർ. 4 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ് കേട്ടോ. കാനഡയുടെ വിദേശകാര്യ മന്ത്രിയാകുന്ന ആദ്യ ഹിന്ദു വനിത എന്ന ചരിത്ര നേട്ടവും ആരുടെ പേരിലാണ്? അനിത ആനന്ദിന്റെ പേരിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഹു ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ 267 പോപ്പ് ഇൻ ദ ഹിസ്റ്ററി? അതായത് ചരിത്രത്തിലെ 267ാമത്തെ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ലിയോ 14 അല്ലെങ്കിൽ റോബർട്ട് ഫ്രാൻസിസ് കർഡിനൽ. അല്ലെ, 140 കോടി കത്തോലിക്കരുടെ ഇടയനായിട്ട് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് ലിയോ 14 മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിന് ശേഷം ചേർന്ന പേപ്പൽ കോൺക്ലേവിനൊടുവിൽ മെയ് 8-നാണ് സിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് പുതിയ മാർപ്പാപ്പയുടെ വരവ് അറിയിച്ച് വെളുത്ത പുക ഉയർന്നത് കേട്ടോ. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ US നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം. ലിയോ 14 US നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ്. അതുപോലെ തന്നെ 1244 സ്ഥാപിതമായി എന്ന് വിശ്വസിക്കുന്ന അഗസ്തീനിയൻ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയും ആര് തന്നെയാണ്? ലിയോ 14 തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സഭ എന്ന് പറയുന്നത് ദരിദ്രർക്കായുള്ള സഭ എന്ന ദർശനത്തിന്റെ വക്താവാണ് ആര്? ലിയോ 14 മാർപ്പാപ്പ കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം എന്താണ്? Where was the 2025 World Bank Land Conference held? എവിടെയാണ് held ചെയ്തത്? റൈറ്റ് ആൻസർ ഈസ് വാഷിംഗ്ടൺ DC. Where was the 2025 World Bank Land Conference held? The right answer is എന്താണ്? വാഷിംഗ്ടൺ DC. ഇനി അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. Which operation was carried out by Indian Navy to help tsunami victims in Sri Lanka? The right answer is Operation Rainbow. അതായത് ഈ ശ്രീലങ്കയില് സുനാമി ബാധിതരെ സഹായിക്കാനായിട്ട് ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഇത് ഓപ്പറേഷൻ റെയിൻബോ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോക്കാൻ പോകുന്നത് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 1948 നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ പോളോ. It is a police action against Hyderabad resulting in the annexation of the Princely State. അതായത് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് നിസാം ഭരണത്തിലായിരുന്ന ഹൈദരാബാദ് സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഇത് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. 1948 സെപ്റ്റംബർ 13 മുതൽ 18 വരെയായിരുന്നു സായുധ സേനകളുടെ ഓപ്പറേഷൻ പോളോ ദൗത്യം. ഓക്കെ, ഇനി അടുത്തത് 1961 നടന്ന ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് ഇറ്റ് ഈസ് എ ലിബറേഷൻ ഓഫ് ഗോവ ആൻഡ് അതർ പോർച്ചുഗീസ് കോളനീസ് ഇൻ ഇന്ത്യ. അതായത് പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സേന 1961 ഡിസംബറിൽ നടത്തിയിട്ടുള്ള സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യയുടെ ഭാഗമായത് ഈ ദൗത്യത്തിലൂടെയാണ്. ഇനി അടുത്തത് ഏതാണ്? ഓപ്പറേഷൻ കാക്ടസ് ലില്ലിയാണ്. കിഴക്കൻ പാകിസ്ഥാനില്, ഇന്നത്തെ ബംഗ്ലാദേശ് അതായിരുന്നു ആദ്യത്തെ കിഴക്കൻ പാകിസ്ഥാനില് ഇന്ത്യൻ വ്യോമസേന നടത്തിയിട്ടുള്ള സൈനിക ദൗത്യമാണ്. 1971 ഡിസംബറിൽ നടന്ന ദൗത്യത്തിലെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം പിറന്നത്. ഓപ്പറേഷൻ കാക്ടസ് ലില്ലിയുടെ ഭാഗമായിട്ടാണ്. അടുത്തത് ഓപ്പറേഷൻ ട്രൈഡന്റ് ആണ്. 1971 തന്നെയായിരുന്നു അല്ലെ. ഇറ്റ് ഈസ് എ സ്ട്രൈക്ക് ഓൺ കറാച്ചി. അതായത് ഓപ്പറേഷൻ ട്രൈഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് വിമോചക യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന് പറയുന്നത്. 1971 ഡിസംബറിൽ കറാച്ചി തുറമുഖത്തായിരുന്നു ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഡിസംബർ 4 നേവി ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 4 എന്ന് പറയുന്നത് നേവി ദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം എന്താണ്? ഓപ്പറേഷൻ ട്രൈഡന്റ് ആണ് അല്ലെ. അടുത്തത് ഓപ്പറേഷൻ മേഘ്ദൂത് ആണ്. ഓപ്പറേഷൻ മേഘ്ദൂതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കശ്മീരിലെ തന്ത്രപ്രധാന മേഖലയായിട്ടുള്ള സിയാച്ചിൻ മഞ്ഞുമല പിടിച്ചെടുക്കുന്നതിനായിട്ട് ഇന്ത്യൻ സായുധ സേന 1984 ഏപ്രിൽ നടത്തിയിട്ടുള്ള സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ മേഘ്ദൂത് എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള യുദ്ധമുഖമായിരുന്നു ഇത് സിയാച്ചിനിലേത്. അപ്പൊ ഓപ്പറേഷൻ മേഘ്ദൂത് എന്ന് പറയുന്നത് ക്യാപ്ചർ ഓഫ് സിയാച്ചിൻ ഗ്ലേഷ്യർ ഫ്രം പാകിസ്ഥാൻ. ഓക്കെ,
ഇനി അടുത്തത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 നടന്നിട്ടുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇറ്റ് ഇസ് എ മിലിറ്ററി ആക്ഷൻ ഇൻ ദ ഗോൾഡൻ ടെമ്പിൾ ഇൻ അമൃത്സർ അല്ലെ. അതായത് ഖലിസ്ഥാൻ വാദം ഉയർത്തിയിട്ടുള്ള സിഖ് ഭീകരർക്കെതിരെ 1984 ജൂണില് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തില് ഗോൾഡൻ ടെമ്പിളില് ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ള സൈനിക നടപടിയാണ് ഏത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഏതാണ് വർഷം? 1984 അല്ലെ. ഇനി ഓപ്പറേഷൻ കാക്ടസ് 1988 ഇന്റർവെൻഷൻസ് ഇൻ ദ മാൽദീവ്സ്. അതായത് മാലദ്വീപിലെ പ്രസിഡന്റ് ഗയൂണിനെതിരായിട്ടുള്ള സൈനിക അട്ടിമറി തടഞ്ഞുകൊണ്ട് ഇന്ത്യൻ സായുധ സേന 1988 നവംബറിൽ നടത്തിയിട്ടുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ കാക്ടസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻ വിജയ്. അപ്പൊ 1961 ഓപ്പറേഷൻ വിജയ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1999 ഓപ്പറേഷൻ വിജയ് നടന്നിട്ടുണ്ട്. മിലിറ്ററി ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ കാർഗിൽ വാർ. അതായത് എന്താണ് പറയുന്നത്? 1999 ഓപ്പറേഷൻ വിജയ് അല്ലെ. കാർഗിൽ യുദ്ധത്തില് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ കരസേനയുടെ സൈനിക നീക്കങ്ങൾ ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1999 മെയ് ജൂലൈ കാലയളവിലാണ് ഈ ദൗത്യം നടന്നിട്ടുള്ളത്. ആ വർഷം തന്നെ അടുത്തത് നടന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സഫേദ് സാഗർ 1999 തന്നെയാണ്. 1999 തന്നെയാണ് ഓപ്പറേഷൻ തൽവാറും നടന്നിട്ടുള്ളത്. സഫീദ് സാഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർഗിൽ യുദ്ധത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന നടത്തിയിട്ടുള്ള ദൗത്യമാണ് സഫീദ് സാഗർ. കരസേനാ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ തൽവാർ ആണെങ്കിൽ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ നടത്തിയിട്ടുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ തൽവാർ എന്ന് പറയുന്നത്. ഇത് ഓപ്പറേഷൻ വിജയ് ദൗത്യത്തിന് പിന്തുണ നൽകുന്നതായിരുന്നു ഇത് ഈ ദൗത്യം. 1999 നടന്നിട്ടുള്ള ഓപ്പറേഷൻ വിജയ് എന്ന ദൗത്യത്തിന് പിന്തുണ നൽകുന്നതായിരുന്നു ഓപ്പറേഷൻ തൽവാർ എന്നുള്ള ദൗത്യം. ഓക്കെ. ഇനി അടുത്തത് ഓപ്പറേഷൻ പരാക്രമാണ് 2001 നടന്നിട്ടുള്ളത് അല്ലെ. ഓപ്പറേഷൻ പരാക്രം പാർലമെന്റിലെയും ഭീകരാക്രമണത്തെ തുടർന്ന് പാക് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള സൈനിക വിന്യാസമാണ് ഓപ്പറേഷൻ പരാക്രം. 2001 ഡിസംബർ 13 ആരംഭിച്ച ഈ നീക്കം ഒരു ഏഷ്യൻ രാജ്യം നടത്തുന്ന ഏറ്റവും വലിയ സൈനികാഭ്യാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഓപ്പറേഷൻ പരാക്രം 2001 മിലിറ്ററി ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ ഇൻഡോ പാകിസ്ഥാൻ ബോർഡർ കോൺഫ്ലിക്റ്റ്. അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ആണ്. അതിനു മുന്നേ 2001 തന്നെ ഓപ്പറേഷൻ പൂർണ്ണ വിജയ് എന്നൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതായത് വിവിധ ഇനം അത്യാധുനിക യുദ്ധായുധങ്ങളെ പ്രതിരോധിക്കുന്നതിന് സേനയെ സജ്ജമാക്കാൻ രാജസ്ഥാൻ മരുഭൂമിയിലും 2001 മെയ് ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ള നീക്കമാണ് ഓപ്പറേഷൻ പൂർണ്ണ വിജയ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ആണ്. എ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ മുംബൈ അറ്റാക്സ് അല്ലെ. എന്താണ് പറയുന്നത്? 2008 നവംബർ 26 മുംബൈ ആക്രമണം നടന്നു അല്ലെ. അതിന് പിന്നിലെ ഭീകരരെ വകവരുത്തിയിട്ട് ബന്ദികളെ മോചിപ്പിക്കാൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോകൾ നടത്തിയ ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന് പറയുന്നത്. NSCയുടെ 51, 52 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പുകളാണ് ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത്. ഓക്കെ. ഇനി അടുത്തത് റീസെന്റ് നടന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ആണ് അല്ലെ. എ റീസെന്റ് ഓപ്പറേഷൻ ടാർഗറ്റിംഗ് ടെററിസം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പാകിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് ജമ്മു കാശ്മീർ. നമുക്കറിയാലോ പഹൽഗാം ദുരന്തം എന്നാണ് നടന്നത്? പഹൽഗാം 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് പാകിസ്ഥാനില് ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണമാണ് ഏത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ദൗത്യം അല്ലെ. മെയ് 7 ഏപ്രിൽ 22 നടന്നിട്ടുണ്ടെങ്കിൽ മെയ് 7 ഒരു മാസം മുന്നേ വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചടിച്ചു അല്ലെ. അർദ്ധരാത്രി 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നീണ്ട കര നാവിക വ്യോമസേനകളുടെ സംയുക്ത ദൗത്യത്തില് പാകിസ്ഥാനില് എത്ര ഭീകര കേന്ദ്രങ്ങളാണ് താകുന്നത്? 9 ഭീകര കേന്ദ്രങ്ങളിലായിട്ട് 24 അക്രമങ്ങളാണ് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 1971 ശേഷം ആദ്യമായാണ് പാക് അധിനിവേശ കശ്മീരിന്റെ പുറത്ത്, അതായത് പാക് മണ്ണില് ഇന്ത്യയുടെ സൈനിക ദൗത്യം പ്രത്യാക്രമണം നടത്തുന്നത്. ഓക്കെ. അപ്പൊ പാകിസ്ഥാൻ സേന അതിർത്തിയിൽ പ്രകോപനം തുടർന്നതോടെ മെയ് 10 പുലർച്ചെ പാക് വ്യോമതാവളത്തിലും ഇന്ത്യ ആക്രമണം നടത്തുകയുണ്ടായിട്ടോ. അപ്പൊ റീസെന്റ് ഓപ്പറേഷൻ 2025 അപ്പൊ ഏതൊക്കെ ഓപ്പറേഷൻ? 1948 ഓപ്പറേഷൻ പോളോ, ഓപ്പറേഷൻ വിജയ് 1961, 71 കാക്ടസ് ലില്ലി അല്ലെ, 1971 തന്നെ ട്രൈഡന്റ്, 1984 മേഘ്ദൂത്, 1984 തന്നെ ബ്ലൂ സ്റ്റാർ, പിന്നെ 88 കാക്ടസ്, ഓപ്പറേഷൻ കാക്ടസ്. അപ്പൊ കാക്ടസ് ലില്ലി ഉണ്ട്, കാക്ടസും ഉണ്ട്, തെറ്റിപ്പോകരുത്. ഓപ്പറേഷൻ വിജയ് ഓൺ 1999, ഓപ്പറേഷൻ പരാക്രം 2001, ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ 2008,
ഓപ്പറേഷൻ സിന്ദൂർ 2025. It is a recent operation targeting terrorism അല്ലെങ്കിൽ terrorist infrastructure in Pakistan and Pakistan occupied Jammu and Kashmir. Okay. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.